ഇന്ന് നമ്മുടെ യാത്ര ഇടുക്കിയിലേക്കാണ്. നേര്യമംഗലം പാലം കടന്ന് ചീയപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞുള്ള വാളറ വെള്ളച്ചാട്ടത്തിനടുത്താണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലൈനോജ് റെഡ് ഡിസൈൻ പുതിയ സ്റ്റോറിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിലൂടെ ഒഴുകുന്ന നദി ദേവിയാറാണ്. ദേവിയാർ നദിയുടെ ഭാഗമാണ് വാളറ വെള്ളച്ചാട്ടം. ദേവിയാർ നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പെരിയാറിൻ്റെ പോഷക നദിയാണ് ദേവിയാർ. വെള്ളച്ചാട്ടത്തിന് തൊട്ടു മുമ്പ് ഒരു ചെക്ക് ഡാമുണ്ട്. അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വാളറ പാലം അത് ഇതാണ് കേസ്. ദേവിയാറിലെ വെള്ളം തടുത്തു നിർത്തിയിട്ട് വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിലൂടെ ഒഴുക്കി വിടുന്നത്. ഇനിയുള്ള നമ്മുടെ അടുത്ത കാഴ്ച എന്ന് പറയുന്നതേ വാളറ തൊട്ടിയർ ബ്രിഡ്ജ് കടന്ന് നേരെ ചെന്നെത്തുന്ന വാളറ ഡാമിലേക്കാണ്. KSEB ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ദേവിയാറിലെ വെള്ളം സംഭരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമാണ് വാളറ ഡാം. 40 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. 2024 ഒക്ടോബർ 28 ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ സാറ് ഉദ്ഘാടനം നിർവഹിച്ചത്. താഴെ കാണുന്ന ആ ഒരു പെൻ സ്റ്റോക്ക് പൈപ്പ് വഴിയാണ് താഴെ പെരിയാറിൻ്റെ കരയിലുള്ള പവർ ഹൗസിലേക്ക് ഇവിടുത്തെ വെള്ളം എത്തിക്കുന്നത്. 1252 മീറ്ററോളം നീളമുണ്ട് പെൻ സ്റ്റോക്കിന്. നീണ്ടപാറ പാലമാണ് ആ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ആ കാണുന്നത് കരിമണലിലുള്ള ലോവർ പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസ് ആണ്. ഈ കാണുന്നത് കുതിരക്കുത്തി മലനിരകളാണ്. താഴെ കാണുന്നത് ചില്ലിത്തോട് തോടാണ്. ആ കാണുന്ന കൊച്ച് അയൺ ബ്രിഡ്ജ് കടന്ന് തോടിനരികിലൂടെ നടന്നു ചെന്നാൽ ഇരുമ്പുപാലത്തെ മനോഹര വെള്ളച്ചാട്ട കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. വാളറ കഴിഞ്ഞ് ഇരുമ്പുപാലം എത്തിയാൽ മാമലക്കണ്ടം റൂട്ടിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. തോടരികിലൂടെ നടന്ന് ഈ സ്റ്റെപ്പുകൾ കയറി ചെന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മനോഹര കാഴ്ചയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ചീയപ്പാറ പോലെ തന്നെ നമുക്ക് തൊട്ടരികെ ചേർന്ന് കാണാൻ പറ്റുന്ന ഇരുമ്പുപാലത്തിൻ്റെ സുന്ദര വെള്ളച്ചാട്ടമാണ് ചില്ലിത്തോട് വെള്ളച്ചാട്ടം. നല്ല വഴുക്കലുള്ള പാറയായതിനാൽ വെള്ളച്ചാട്ടത്തിന് അരികത്തേക്ക് നൂണ്ട് വലിഞ്ഞ് കയറാതിരിക്കുന്നതാ നല്ലത്. തെന്നിത്തെറിച്ച് തലയടിച്ച് വീഴും. ജാഗ്രത. ഇനിയുള്ള നമ്മുടെ അടുത്ത കാഴ്ചയുള്ളത് അടിമാലിയിലാണ്. അടിമാലി ടൗണിൽ നിന്നും ജംഗ്ഷൻ കഴിഞ്ഞ് ഇടതുവശം ചേർന്നുള്ള ചെറിയൊരു കോൺക്രീറ്റ് പോക്കറ്റ് റോഡ് കടന്നു വേണം അടിമാലിയുടെ ഈ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ. അടിമാലിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ദൃശ്യമാകുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.
ഇതിൻ്റെ ടോപ്പ് വ്യൂ കാഴ്ചകൾ ഗംഭീരമാണ്. എനിക്ക് തോന്നുന്നത് ഇടുക്കിയിലെ വളരെ മനോഹരമായ വെള്ളച്ചാട്ടം ഇതാണെന്നാണ്. അടിമാലി വെള്ളച്ചാട്ടത്തിൻ്റെ ആകാശ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. ചുറ്റുമുള്ള മലനിരകൾക്ക് താഴെയുള്ള താഴ്വാര നഗരമായ അടിമാലി ടൗണിൻ്റെ ആകാശ കാഴ്ചകൾ ഒന്നും പറയാനില്ല. ആകാശ നീലിമയും കുന്നുമൂടിയ ഹരിതാഭയും നീർച്ചാലു പോലെ താഴേക്കൊഴുകുന്ന വെള്ളച്ചാട്ടവും അടിമാലിയെ സുന്ദരിയാക്കുന്നു. അത്യാവശ്യം നല്ല ഉയരത്തിൽ നിന്ന് തന്നെ വളരെയധികം ദൂരത്തേക്ക് ഒഴുകുന്ന വെള്ളച്ചാട്ടമാണ്. ഇടയ്ക്ക് വെള്ളച്ചാട്ടത്തിന് കുറുകെ കൊച്ചു പാലവും കാണാം. മൂന്നാർ പോകുന്നവർ അധികമാരും പോവാത്ത ഇടങ്ങളാണ് ഇതൊക്കെ. കൊടൂര കയറ്റും വളവുമായിട്ടുള്ള ഈ ഒരു കോൺക്രീറ്റ് റോഡ് വളരെ ഇടുങ്ങിയതാണ്. പരിചയക്കുറവായ വഴിയായതുകൊണ്ട് ഇടയ്ക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഇവിടെ ഞാൻ കണ്ടത് എന്നെ അതിശയിപ്പിക്കുന്നൊരു കാര്യം, കുറച്ചധികം ഓട്ടോറിക്ഷ സവാരികളാണ് ഈ റോഡിലൂടെ പോകുന്നത്. ഇത്രയൊക്കെ കയറ്റം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാണ് നമുക്ക് കൈ കൊടുക്കണ്ടേ കേട്ടോ. അതിശയിപ്പിക്കുന്ന ഹെയർപിൻ വളവുകളോട് കൂടിയ ചെങ്കുത്തായിട്ടുള്ള കോൺക്രീറ്റ് കയറ്റമാണ്. അങ്ങനെ വാളറ ഡാമും ഇരുമ്പുപാലത്തുള്ള വെള്ളച്ചാട്ടവും അടിമാലിയുടെ വെള്ളച്ചാട്ടവും കണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്.